ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് BA സോഷ്യോളജി അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി എന്ന് പറഞ്ഞ ബ്ലോക്കിലെ ട്വിൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിട്ടാണ്. ഇത് യൂണിറ്റ് 1 ടോപ്പിക് തന്നെയാണ്. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് 2 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്വിൻ റവല്യൂഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. The term twin revolution typically refers to two significant and simultaneous transformations that had profound impact on society, economy, and politics. The most notable instance of this concept involves the Industrial Revolution and the French Revolution, which both occurred in the late 18th and early 19th centuries. Here is a brief overview of each. അപ്പോൾ നമുക്ക് ട്വിൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ട്വിൻ എന്ന് പറഞ്ഞാൽ അറിയാം രണ്ടെണ്ണം അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായ 2 റവല്യൂഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പിന്നെ ഫ്രഞ്ച് റവല്യൂഷനും. നിങ്ങൾക്ക് അമേരിക്കൻ റവല്യൂഷനും ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഏതെങ്കിലും 2 റവല്യൂഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്നത് 2 റവല്യൂഷൻസാണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും നോട്ട് ബുക്കും പെന്നും ഒക്കെ ആയിട്ട് ഇരുന്നോളൂ, നോട്ട്സൊക്കെ എഴുതിയെടുത്തോളൂ. എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇവിടെ വായിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പം മലയാളത്തിൽ എഴുതുന്നവർക്ക് ഇത് നോക്കിയിട്ട് മലയാളം നോട്ട്സ് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ മലയാളത്തിൽ അർത്ഥം മനസ്സിലാകാത്തവർക്ക് ഇത് നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാം. അപ്പോൾ ട്വിൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ട വിപ്ലവം. ഓക്കെ, എന്ന പദം സാധാരണയായി സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും അഗാധമായ സ്വാധീനം ചെലുത്തിയ 2 സുപ്രധാനവും ഒരേ സമയം പരിവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സംഭവിച്ച വ്യാവസായിക വിപ്ലവം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ ഈ ആശയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ഓരോന്നിൻ്റെയും ഒരു ഹ്രസ്വ അവലോകനം നമുക്ക് ഇതിനകത്ത് തുടർച്ചയായിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോകാം. ആദ്യം തന്നെ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈം ഫ്രെയിം. റഫ്ലി ഫ്രം ദ ലേറ്റ് 18th century to the early 19th century. Key features. This period marked a shift from agrarian economic to industrialized and urban ones. It saw a rise of factories, mechanized production, and significant technological advancements such as the steam engine, spinning jenny, and power loom. Impact. It led to significant economic growth, increased production, and the rise of a capitalistic economy. However, it also brought about social changes, including urbanization, changes in labor conditions, and the rise of working class. ഓക്കെ, ഇപ്പം നമുക്കിതിൻ്റെ മലയാളം നോക്കാം. വ്യാവസായിക വിപ്ലവം, അതായത് ടൈം ഫ്രെയിം. ഏകദേശം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ സമയപരിധി, അതായത് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എപ്പോഴാണ്, തുടങ്ങിയത് എപ്പോഴാണ്, അവസാനിച്ചത് എപ്പോഴാണെന്ന് പറയുന്നത്. പിന്നെ പ്രധാന സവിശേഷതകൾ. ഈ കാലഘട്ടം കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യാവസായിക നഗരങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തി. ഫാക്ടറികളുടെ ഉയർച്ച, യന്ത്രവൽക്കരണ ഉൽപ്പാദനം, ആവി എഞ്ചിൻ, സ്പിന്നിംഗ് മെഷീൻ, പവർലൂം തുടങ്ങിയ സാങ്കേതിക പുരോഗതിയും ഇത് കണ്ടു. നമുക്കറിയാം, വ്യവസായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വ്യാവസായിക വിപ്ലവത്തിന് സാധിച്ചു. അതിൽ ആവി എഞ്ചിൻ, അതുപോലെ തന്നെ സ്പിന്നിംഗ് മെഷീൻ, അതിൻ്റെയൊക്കെ പവർലൂം തുടങ്ങിയ ഇവിടെ ഉൽപ്പാദനം, യന്ത്രവൽകൃത ഉൽപ്പാദനം ഇവയൊക്കെ അതിന് കാരണമായി. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആഘാതങ്ങളാണ്. ഇത് ഗണ്യമായ സാമ്പത്തിക വളർച്ചയ്ക്കും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്കും കാരണമായി. അതായത് നല്ലൊരു സാമ്പത്തിക വളർച്ച ലോകമെമ്പാടും ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ ഉയർച്ചയ്ക്കും കാരണം. മുതലാളിമാർ നല്ല സാമ്പത്തികമായിട്ട് ഉയരുകയും തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് അത്ര നല്ല ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നഗരവൽക്കരണം, തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ, തൊഴിലാളി വർഗത്തിൻ്റെ ഉയർച്ച എന്നിവയുൾപ്പെടെ സാമൂഹിക മാറ്റങ്ങളും ഇത് കൊണ്ടുവന്നു. പക്ഷേ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഗരവൽക്കരണത്തിൽ അർബനൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ, നല്ല യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയും കഠിനാധ്വാനം കുറച്ച് കുറഞ്ഞു. പിന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഉയർച്ച, കുറച്ച് തൊഴിലാളികൾക്ക് അതുവഴി ഉയർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടായത് ആർക്കാണ്? മുതലാളി വർഗത്തിന് തന്നെയാണ്. തൊഴിലാളികളെ കഴിഞ്ഞ് നന്നായിട്ട് സാമ്പത്തികമായിട്ട് ഉയരാൻ മുതലാളികൾക്ക് സാധിച്ചു. അത് പിന്നെ തൊഴിലാളികൾക്ക് അത് നാശത്തിനും കാരണമായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഫ്രഞ്ച് റവല്യൂഷൻ. അതിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1789 to 1799.
Key features. This was a period of a radical social and political upheaval in France that led to the end of the monarchy, rise of republicanism, and dramatic changes in the structure of a French society. Impact. The revolution led to the establishment of a republic, the execution of King Louis XVII, and widespread political and social changes. It also inspired revolutionary movements across Europe and had a profound influence on global politics. ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ ടൈം ഫ്രെയിം സമയപരിധി എന്ന് പറയുന്നത് 1789 മുതൽ അതിന് 1789 മുതൽ 1799 വരെയാണ്. പ്രധാന സവിശേഷതകൾ. ഇത് ഫ്രാൻസിലെ സമൂലമായ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇത് രാജവാഴ്ചയുടെ അന്ത്യത്തിലേക്കും റിപ്പബ്ലിക്കിസത്തിൻ്റെ ഉയർച്ചയിലേക്കും ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഘടനയിൽ നാടകീയമായ മാറ്റങ്ങളിലേക്കും നയിച്ചു. അപ്പോൾ നമുക്കറിയാം ഫ്രാൻസിൽ ഉടലെടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇത് സാമൂഹികമായും രാഷ്ട്രീയമായും പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഈ സമയം. ഇത് രാജവാഴ്ചയുടെ അന്ത്യത്തിലേക്ക്, അതായത് ഒരു കിങ്ങിൻ്റെ ഒരു കാലഘട്ടം, അല്ലെ, രാജാവിൻ്റെ ഒരു രാജവാഴ്ചയുടെ ഒരു അന്ത്യത്തിലേക്കും അതുപോലെ തന്നെ റിപ്പബ്ലിക്, അതായത് ജനങ്ങളാൽ ഭരണം ഏറ്റെടുക്കുക, അല്ലേ, ആ ഒരു റിപ്പബ്ലിക്കിസത്തിൻ്റെ ഉയർച്ചയിലേക്കും ഫ്രഞ്ച് വിപ്ലവം കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഇമ്പാക്റ്റ്, ആഘാതം നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിലേക്കും ലൂയി 16 രാജാവിൻ്റെ വധത്തിലേക്കും വ്യാപകമായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളിലേക്കും നയിച്ചു. അപ്പോൾ ലൂയി 16 രാജാവിൻ്റെ മരണത്തിലേക്ക്, അല്ലെ, മരണം എന്ന് വെച്ചാൽ അദ്ദേഹം വധിക്കാനുണ്ടായത്, ഒരു റിപ്പബ്ലിക്ക് രാജ്യമാക്കി മാറ്റാൻ വേണ്ടി അദ്ദേഹത്തെ വധിക്കേണ്ടതായിട്ട് വന്നു. അത് യൂറോപ്പിലുടനീളമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കുകയും ആഗോള രാഷ്ട്രീയത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ടിൻ റവല്യൂഷനിൽ വരുന്നത്. Together, these revolutions brought about massive changes in Europe and beyond, reshaping economic structure, social hierarchies, and political landscapes. The term Tin Revolution underscores the interconnectedness of these events and their combined impact on a course of history. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ഈ വിപ്ലവങ്ങൾ ഒന്നിച്ച് യൂറോപ്പിലും അതിനപ്പുറത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക ഘടനകൾ, സാമൂഹിക ശ്രേണികൾ, രാഷ്ട്രീയ ഭൂപ്രകൃതികൾ എന്നിവ പുനർനിർമ്മിച്ചു. അതായത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിലൊക്കെ സാമ്പത്തിക ഘടനയിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്താണ്, രാഷ്ട്രീയ ഭൂപ്രകൃതി, അതായത് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ കാരണമായി. രാജവാഴ്ച എന്നുള്ളത് ഉന്മൂലനം ചെയ്യുകയും റിപ്പബ്ലിക് രാജ്യങ്ങളിലേക്ക് റിപ്പബ്ലിക് ഭരണങ്ങളിലേക്ക് മാറുകയും ചെയ്തു. പിന്നെന്താണ്, ഇരട്ട വിപ്ലവം എന്ന പദം ഈ സംഭവങ്ങളുടെ പരസ്പര ബന്ധത്തെയും ചരിത്രത്തിൻ്റെ ഗതിയിൽ അവയുടെ സംയോജിത സ്വാധീനത്തെയും അടിവരയിടുന്നു. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് അതൊരു പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതൊരുപാട് മാറ്റങ്ങൾ ലോകത്തുടനീളം കൊണ്ടുവന്നു, അല്ലെങ്കിൽ മുതലാളി വർഗത്തിൻ്റെ, അതായത് മുതലാളി വർഗം, തൊഴിലാളി വർഗം എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാക്കാനും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായി. ഈ പറഞ്ഞ പോലെ തന്നെ ആവി യന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് മെഷീനറികൾ, അതൊക്കെ നിർമ്മിക്കാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ട്രേഡ്, അല്ലേ, നമ്മൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും അത് നഗരവൽക്കരണത്തിന് കാരണമാവുകയും ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഗ്ലോബലൈസേഷൻ, അല്ലേ, പ്രൈവറ്റൈസേഷൻ, അങ്ങനെയുള്ള പല പല മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ റവല്യൂഷൻസ് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ടിൻ റവല്യൂഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ പറഞ്ഞു തരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.